ഹായ് ഓൾ, വെൽക്കം ടു എസ്എഫാബ്സ്. ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ മേടിക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടെടുക്കണം എന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ആൻഡ് നമ്മുടെ വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് ബോക്സിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾ ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസും എല്ലാം അയച്ചതിന് ശേഷം ചാറ്റ് ബോക്സിൽ നിന്ന് പോവാം. അഡ്രസ്സ് അയക്കുമ്പോൾ പേര്, പിൻകോഡ്, കോൺടാക്ട് നമ്പർ, ഡിസ്ട്രിക്റ്റ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു അഡ്രസ്സ് ഒരു പാരഗ്രാഫ് ഫോർമാറ്റിൽ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഐറ്റംസ് എത്തിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മീറ്റർ ആണോ വേണ്ടത് അത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. സോ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ചിനോൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ്, നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതും പുതിയതായിട്ടുള്ള 1-2 ഷെയ്ഡ്സും ഉണ്ട്. സോ എന്നുമുള്ള മെസ്സേജ്, നമുക്ക് വാട്സപ്പ് മെസ്സേജ് ഡെയിലി വരുന്നതാണ് അവൈലബിൾ ചിനോൺ ഫാബ്രിക്സിൻ്റെ ഷെയ്ഡ്സ് അയച്ചു തരാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചിനോൺ ഒഴിവാക്കാൻ പറ്റാത്തൊരു കളക്ഷനായി മാറിയിരിക്കുകയാണ് എല്ലാ വീഡിയോസിലും. ഇതാണ് കേട്ടോ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന നല്ലൊരു വാഴയില പച്ച കളറിലേക്ക് വരുന്നു. അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ട് ഇത് കിട്ടാത്തതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു വാഴയില പച്ച കളറാണ്. നമുക്ക് എ ലൈൻ ടോപ്പോ സ്ലിറ്റഡ് ടോപ്പോ ഒക്കെ ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. സാരി ആക്കാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി ആക്കാം. അതുപോലെ തന്നെ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. എല്ലാവരും ഫുൾ സെറ്റിനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത്. 7 മീറ്ററോ എന്തോ എടുത്തിട്ട് ഫുള്ള് ടോപ്പും പാൻറ്റ് ഷോളും എല്ലാം കൂടെ നമുക്ക് അടിക്കാമല്ലോ. സോ അങ്ങനെ വരുന്ന ഫസ്റ്റ് കളർ ഈ ഒരു വാഴയില പച്ച കളറിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്. അടുത്തത് ബിസ്ക്കറ്റ് ഷെയ്ഡ്. അടുത്തത് നമ്മൾ ചോക്ലേറ്റ് ഷെയ്ഡായിരുന്നു ഒരിടയ്ക്ക് എന്നും റീസ്റ്റോക്ക് വരുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു മെറ്റാലിക് കളറാണ്. ഒരു രക്ഷയില്ലാത്തൊരു റെയർ ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി നമുക്കിതിൽ മേക്ക് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബ്ലൗസൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ഒരു ബ്ലൗസ് സാരി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ലേസോ ഹാൻഡ് വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എംബ്രോയിഡറി ചെയ്യുന്നവർക്കൊക്കെ ഹാൻഡ് വർക്കും എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ബോട്ടം തയ്ക്കുന്നവർ വിത്ത് ലൈനിങ് വേണം കേട്ടോ ചെയ്യാൻ. ക്രേപ്പിൻ്റെ ലൈനിങ് ആയിരിക്കും ഇതിന് നല്ലത്. സോ ബോട്ടം തയ്ക്കുന്നവർ ക്രേപ്പ് ലൈനിങ് ഇട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വരുന്നു അടുത്ത ഷെയ്ഡ്. ബിസ്ക്കറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വൈൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഭംഗിയാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ഒക്കെ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസ് അല്ലേ, ഒരിടയ്ക്ക് ഒരു ട്രെൻഡായിരുന്നു വെറുതെ പ്ലെയിൻ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ടോപ്പും ബോട്ടം. ഇപ്പോഴും ട്രെൻഡാണ്. കോട്ട് സെറ്റ് പോലെ ഒത്തിരി ഷോപ്പുകൾ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ്. സാധാ ഫോക്സ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞൊരു മെറ്റീരിയൽ അല്ലേ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്കും കിട്ടും. ഒരു വെറൈറ്റി ഇട്ട് കഴിയുമ്പോൾ ഇത് എന്ത് മെറ്റീരിയലാണെന്ന് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. ഒരു രക്ഷയില്ല വൈൻ. കൊണ്ട് എന്ത് ഭംഗിയാണത് കാണാൻ. നല്ല ഭംഗിയുണ്ട്. സാരി ആക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ വരും. 220 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു ഓർഗൻസ ഫാബ്രിക്. നമ്മൾ ബ്ലാക്കിലും റെഡിലും വൈറ്റ് ഒത്തിരി ഷെയ്ഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബർഗണ്ടി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള 395 പെർ മീറ്റർ വരുന്ന പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലേക്ക് വരുന്ന ജെക്കോഡ് വീവ്സ് വരുന്ന മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന്. കാരണം ഒത്തിരി കളേഴ്സ് നമ്മൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ ഞാനിത് ഈ വൈൻ ഷെയ്ഡ് ഈ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പ് ഫുള്ള് ടോപ്പ് എടുത്തിട്ട് ഇത് ദുപ്പട്ടയാക്കാം. ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെ ഇത് പ്ലെയിൻ ടോപ്പ് ആക്കി എടുത്തിട്ട് യോക്ക് പോലെ കൊടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ സാരി ആക്കിയിട്ട് ഇത് ബ്ലൗസ് കൊടുക്കാം. സോ ഏത് പാറ്റേണിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 220 ആണ്.
ഈ വർക്കുള്ള ഓർഗൻസ ഫാബ്രിക് 395 പെർ മീറ്ററിനാണ് വരുന്നത്. സോ ഇങ്ങനെ ടോപ്പും ദുപ്പട്ടയായിട്ട് എടുക്കാം, അതുപോലെ എന്താണ് സാരിയും ബ്ലൗസും ആയിട്ട് എടുക്കാം, എ ലൈനൊക്കെ അടിക്കണമെങ്കിൽ യോക്ക് കൊടുക്കാനായിട്ട് എടുക്കാം, എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ബോട്ടം വേണമെങ്കിൽ ഡൈ ചെയ്ത് നമ്മൾ തരുന്നതാണ്. നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്നു കേട്ടോ ചെക്കോട്ട് ഫാബ്രിക്. അടുത്ത നമുക്ക് പുതിയ ഷെയ്ഡ് വന്നിരിക്കുന്നത് രക്ഷയില്ലാത്തൊരു റസ്റ്റ് ടോണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, രക്ഷയില്ല, നല്ല രസമുള്ളൊരു റസ്റ്റ് ടോണാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു മെറ്റാലിക് റസ്റ്റ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര റെയർ ഷെയ്ഡാണ്. റെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എലഗൻറ്റ് ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു സിൽക്കിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പോൾ ഒത്തിരി ഹാൻഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു ഫാബ്രിക്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഈ ഒരു സെയിം ഷെയ്ഡ് ഫോക്സ് ഓർജിറ്റിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. സോ ഇത് ഈ മെറ്റീരിയൽ ഈ കളറിനെ നന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും മാക്സിമം ഭംഗിയിലേക്ക് കൊണ്ടുവരാണ് ഈ ഒരു ഫാബ്രിക് ആ കളറിനെ. അതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത. നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ കളറിനെ ഏറ്റവും ഭംഗിയാക്കുകയാണ് ഈ ഒരു ഫാബ്രിക്. അതായത് നല്ല ഷെയ്ഡും ഫാബ്രിക്കും കൂടി കൂടുമ്പോൾ രണ്ടും കൂടെ നല്ല രസമായിട്ട് വരുവാണ്. അതാണ് അതിൻ്റെ ഭംഗി. 44 inches ആണ് വിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ചെറിയൊരു കളറിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം വീഡിയോയിൽ. ഇങ്ങനെ വരുന്നു. 44 inches ആണ് വിട്ട്. ഈ ചുളിവൊക്കെ നിങ്ങൾ മിക്കവരും ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ചുളിവൊക്കെ നമ്മളിപ്പം ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ചുളിവുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. നമ്മളിത് ഫസ്റ്റ് ഇടുന്ന ദിവസം നമുക്ക് അയൺ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചുളുങ്ങും കേട്ടോ. നമുക്ക് ഫോക്സ് പോലെ കിടക്കില്ല, ചെറുതായിട്ടുള്ള ചുളിവുകൾ വരും. പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്നേ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇത്രയും ദിവസം അല്ലെ പാഴ്സലായിട്ട് വന്നൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും ചുളിവൊന്നും വരില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് അയൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ വരുന്നു. 220 per meter. അടുത്തത് കണ്ടോ, പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഒരു രക്ഷയില്ലാത്തൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ, ഒരു രക്ഷയില്ല. നമുക്ക് ദുപ്പട്ടയാക്കാം, ടോപ്പ്, ബോട്ടം, സാരി, ബ്ലൗസ് ആക്കാം, എല്ലാത്തിനും പറ്റുന്ന മെറ്റീരിയലാണ്. സ്കേർട്ട് അടിക്കാം, എന്തിനും യൂസ് ചെയ്യാം. പ്ലെയിൻ ഫാബ്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പാടില്ലാത്ത അല്ലേ. ഇങ്ങനെ വരുന്ന അടുത്ത ഷെയ്ഡ് നല്ല സോഫ്റ്റ് ചിനോൺ സിൽക്ക് 44 inches വിട്ട് 220 per meter. അടുത്ത എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കോട്ടൺ ഹക്കോബ ഫാബ്രിക് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി നാളായിട്ട് ഞാൻ ആ കുർത്തി എപ്പോൾ ഇട്ട് വീഡിയോ ചെയ്താലും നമുക്ക് എൻക്വയറി വരുന്നൊരു ഫാബ്രിക്കാണ്. ഇത് കൊണ്ടുവന്ന് വെച്ചാൽ ഇടയ്ക്ക് അന്ന് എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടും അയക്കും ഓരോരുത്തർ. ഇത് കണ്ടോ, ഓർമ്മയുണ്ട് ഈ ഫാബ്രിക്? കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഹക്കോബ. ഇങ്ങനെ വരുന്നു, എംബ്രോയിഡറി വർക്കും. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്. ഞാനതിൻ്റെ ഫോട്ടോ, ഞാനതിട്ട കുർത്തിയുടെ ഫോട്ടോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സെയിം ഷെയ്ഡ് തന്നെ, സെയിം ഫാബ്രിക്, 44 inches വിത്ത് 295 per meter വരുന്ന ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഹോൾസ് ആണ്, ഇതെല്ലാം ഹോൾസ് ആട്ടോ. ഹക്കോബയുടെ പാറ്റേൺ തന്നെയാണ്. എംബ്രോയിഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. താഴോട്ട് വരും കേട്ടോ. അതായത് 6 ഇങ്ങനെ വരും. പക്ഷെ നല്ല ഭംഗിയാണ്. ഞാനൊരു പ്രിൻസസ് കട്ട് പോലെയായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയായിരുന്നു. ഇതുപോലത്തെ ഒരു ബാക്ക് കയറിയ പാറ്റേണിലായിരുന്നു നെക്കും കൊടുത്തിരുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. സോ അതിൻ്റെ നമുക്ക് അന്ന് നമ്മൾ ബേജും ഒരു ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡും ഇതും ഈ ഒരു ഷെയ്ഡും ആയിരുന്നു ചെയ്തത്. സോ ഈ പ്രാവശ്യം നമ്മൾ 2 ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് എപ്പോഴും അല്ലേ ഇഷ്ടമുള്ള മെറ്റീരിയലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇങ്ങനെ വരുന്നു. തിരിച്ചാണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ വരും, താഴോട്ടാണ്. അതായത് ഫ്ലവർ നേരെ നിൽക്കാൻ മാത്രം ഇങ്ങനെ വരും കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം നല്ല ഷെയ്ഡുകളാണ്. ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് സെയിം എംബ്രോയിഡറി. ഹക്കോബ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ വരുന്നു. 44 inches ആണ് വിഡ്ത്ത്, 295 per meter. അതിൻ്റെ നമുക്ക് ഇതാണ് കേട്ടോ ബ്ലാക്ക്. ഇങ്ങനെ വരും. അതിന് നമുക്ക് റെഡും കൂടെ അവൈലബിൾ ആണ്. നല്ലൊരു ചില്ലി റെഡ് വിത്ത് വൈറ്റ്. ഇങ്ങനെ വരും. കുഞ്ഞു പിള്ളേർക്ക് ഫ്രോക്ക് അടിക്കാനും ഒക്കെ നല്ല മെറ്റീരിയലാണ്. ടോപ്പും ബോട്ടവും കൊടുക്കാം. പക്ഷേ ഇത് ഹോൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഇടേണ്ട വരും ബോട്ടം സ്റ്റിച്ച് ചെയ്താലും. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു റെഡ് വിത്ത് വൈറ്റ്, 295 per meter. ഇതെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എല്ലാ ഫാബ്രിക്സും നല്ല ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണെന്ന് എല്ലാവരും പറയാറുണ്ട് ചില വീഡിയോസ് ഇടുമ്പോൾ. സോ അതുപോലെയുള്ളൊരു വീഡിയോ ആണ് ഇന്നും. ഭംഗിയുള്ളൊരു സോഫ്റ്റ് ഒരു സാറ്റിൻ ഫാബ്രിക് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. ഇതൊരു സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് നല്ലൊരു കാഷ്വൽ ഡ്രസ്സുകൾ, നല്ല മോഡേൺ ടൈപ്പിലുള്ള കാഷ്വൽ ഡ്രസ്സ്, കഫ്താനും നല്ലതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്.
റെഡിമെയ്ഡ് പ്രീമിയം കുർത്തീസിലൊക്കെ വരുന്നില്ലേ, അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഷർട്ട് അടിക്കാൻ നല്ലതാണ്, ജെൻസിന് ഷർട്ട് അടിക്കാൻ നല്ലതാണ്. അതുപോലെ നമുക്ക് കഫ്താനിന് ഏറ്റവും സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്നു. 460 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്, 460. അടുത്ത വന്നിരിക്കുന്നത് മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ. പ്രിന്റഡ് ആയിട്ട് വരുന്ന മസ്ലിൻ, അതിലേക്ക് ഇങ്ങനത്തെ ബാത്തിക് പ്രിന്റ് ആണ് വരുന്നത്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഇത് നമുക്ക് കുർത്തി ടോപ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള നമുക്ക് കുർത്തീസൊക്കെ, കാഷ്വൽ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ല ഫാബ്രിക്കാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ആണ് ഫാബ്രിക് വരുന്നത്. ബാന്തിനി പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വൈറ്റ് ബോട്ട് അല്ലെങ്കിൽ സെയിം ഷെയ്ഡിലുള്ള ബോട്ടായിട്ട് പെയർ ചെയ്യാം കേട്ടോ. അതിന്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫാബ്രിക് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്, കുറച്ചുകൂടി ഒരു വയലറ്റ് ഷെയ്ഡിലേക്കാണ് വീഡിയോ കാണുന്നത്. ഇത് കറക്റ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് വൈറ്റ് കളറിലാണ് പ്രിന്റ്. 399 ആണ് പെർ മീറ്റർ കോസ്റ്റ് വരുന്നത്, 44 ഇഞ്ചസ് വിട്ട്. നല്ല സോഫ്റ്റ് ഫാബ്രിക്. അടുത്ത ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഫാബ്രിക് നമുക്ക് ചന്ദേരി ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ചന്ദേരിയാണ് ഫാബ്രിക്. ചന്ദേരി സിൽക്ക് ഓരോ ഗ്രാം വൈസ് ആണ് അതിൻ്റെ സിൽക്ക് കണ്ടന്റ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ 495 പെർ മീറ്ററിനാണ് ചന്ദേരി സിൽക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഒത്തിരി റിവ്യൂസ് നമുക്ക് കിട്ടിയ മെറ്റീരിയലാണ്. ഇതുവരെ ചെയ്ത എല്ലാ പ്രിന്റുകൾക്കും നല്ല റിവ്യൂ കിട്ടിയൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നു. നമുക്ക് അടുത്ത പ്രിന്റ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ. ഇച്ചിരി കൂടി വലിയ പ്രിന്റിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും പിങ്ക് ഷെയ്ഡും, നല്ലൊരു ലോട്ടസ് പിങ്ക് കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ചെറിയൊരു റാണി ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്, ഇതിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ആൻഡ് ഇതിൻ്റെ തന്നെ നമ്മൾ വലിയ പ്രിന്റ് ചെറിയ പ്രിന്റിലും വരുന്നുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലേക്ക് ചെറിയ പ്രിന്റും വരുന്നുണ്ട്. സോ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ ടോപ്പ് ബോട്ടം അങ്ങനെ എടുക്കാൻ ഇച്ചിരി കോസ്റ്റ്ലി ആണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് യോക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എടുക്കാം. 1/2 മീറ്റർ എടുത്ത് യോക്കും സ്ലീവ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അഫോർഡ് ചെയ്യാമെന്നുള്ളവർക്ക് ബോട്ടം ടോപ്പായിട്ട് എടുക്കാം. പക്ഷേ 495 ആണ് പെർ മീറ്റർ റേറ്റ്. ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ലൈനിങ് ഫാബ്രിക്കും കൊടുക്കേണ്ടി വരും. പ്യുവർ സിൽക്കാണ്, വാഷബിൾ അല്ല. ഇങ്ങനെ വരുന്നു ടോപ്പ് മെറ്റീരിയൽ, 495 പെർ മീറ്റർ. ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ. താഴോട്ടാണ് ഡിസൈൻ, ഇങ്ങനെ താഴോട്ട് സ്ട്രൈപ്സ് പോലെയാണ് പോകുന്നത്. ഫ്ലോറൽ പ്രിന്റ് ആണ്. ചെറിയ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചെറിയ റോസ് ഫ്ലവേഴ്സാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഒരു സിമിലർ പ്രിന്റ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി അന്ന് റീസ്റ്റോക്ക് പറഞ്ഞ ഒരു മെറ്റീരിയൽ, ഒരു ഡിസൈൻ ആയിരുന്നു അത്. മസ്റ്റാർഡ് യെല്ലോ ആൻഡ് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. 2 പ്രിന്റും നല്ലതാണ് കേട്ടോ. വലിയ പ്രിന്റ് വേണ്ടവർക്ക് വലുതെടുക്കാം, ചെറുത് നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇതാണ് പ്രിന്റ് വലുതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. പക്ഷെ നല്ല ക്യൂട്ട് പ്രിന്റുകളാണ്, നല്ല ഭംഗിയുണ്ട്. ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇങ്ങനെ വരുന്നു. അടുത്തത് 495 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. ഞാൻ ഇട്ടിരിക്കുന്ന ആ ഫാബ്രിക് സെയിം തന്നെ, ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പ്രിന്റ് ഇത് ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇത് കുറച്ചുകൂടി വേറൊരു കൈൻഡ് ഓഫ് പ്രിന്റിംഗ് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ലൊരു പ്രീമിയം ലുക്കാണ് നമ്മൾ വേറെ. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരുന്നു. ഇതെല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് പ്രിന്റ് ഇതൊരു വെറൈറ്റി പ്രിന്റാണ്. നമ്മൾ ഈ പ്രീമിയം റെഡിമെയ്ഡ് കുർത്തീസിലൊക്കെ കാണുന്ന ഒരു പ്രിന്റ്. ഇങ്ങനെ വരുന്നു. ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ രാമ ഗ്രീൻ്റെ ഒരു മിക്സ് ഉള്ള ഒരു ടീൽ ബ്ലൂ കളറാണ്. അതിലേക്ക് വൈറ്റ് കളറിൽ വരുന്ന പ്രിന്റ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. നല്ല സോഫ്റ്റ് ആണ്. ഒത്തിരി ഇങ്ങനെ സിൽക്ക് പോലെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന, അതിങ്ങനെ ഭയങ്കര സിൽക്ക് ഫിനിഷ് ഉള്ള ഒരു ഫാബ്രിക് അല്ല. ചന്ദേരി സിൽക്കിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയാലോ. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മാറ്റ് ഫിനിഷ്ഡ് സിൽക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ടേക്കണാണ് തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്ക് ഏത് നെക്ക് പാറ്റേണും കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത ഡിസൈൻ 495 പെർ മീറ്റർ. അടുത്ത ഞാൻ വെയർ ചെയ്യുന്ന ഫാബ്രിക്കിനല്ല എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കാരണം വെയർ ചെയ്ത് കാണുമ്പോൾ ഞാൻ വെയർ ചെയ്യുന്നതിൻ്റെ ഇത് പറഞ്ഞല്ല കേട്ടോ. ഞാൻ ഒരാൾ വെയർ ചെയ്ത് കാണുമ്പോൾ അല്ലേ അതിനെ കുറച്ചുകൂടി ഒരു ഭംഗി കൂടുതൽ നമുക്ക് തോന്നും. അപ്പം അങ്ങനെ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു റാണി പിങ്ക് ആണ്. നല്ലൊരു റെയർ പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു എപ്പോഴും നമ്മൾ ഫ്ലോറൽ പ്രിന്റ്, ഇത് സിമിലർ ടു ഫ്ലോറൽ പ്രിന്റ് ആണ്, പക്ഷെ ഫ്ലോറൽ അല്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിന്റിംഗ് ആണ്. ഇതിൻ്റെ തന്നെ നമുക്ക് 2 ഷെയ്ഡും കൂടെ ഉണ്ട്. ഞാൻ വേറെ ഇതിൻ്റെ തന്നെ 2 ഷെയ്ഡും കൂടെ ഉണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു റെയർ ഷെയ്ഡാണ്. ഇതൊരു
ഏലക്ക ഗ്രീൻ, ഏലക്കയുടെ തൊണ്ടില്ലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു കളറാണ് കേട്ടോ. ഏലക്ക തൊണ്ടിൻ്റെ ഒരു കളറാണ്. ഇങ്ങനെ വരും. നല്ല എലഗന്റ് ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള പ്രിന്റ് സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷൻസിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ബേസ് കളർ വരുന്നത് ഒരു ഏലക്കാത്തോണ്ടിൻ്റെ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല എലഗന്റ് ഷെയ്ഡാണ്. ഭയങ്കര പ്രീമിയം ലുക്ക് നമുക്ക് തോന്നുന്ന ഒരു ഷെയ്ഡാണ്. 495 per meter. ഇതിൻ്റെ നമുക്ക് വലിയ പ്രിന്റ് ഉണ്ട്, അതും കൂടി കാണാം. ഇത് നമുക്ക് സെയിം ആ ഫാബ്രിക്കിലേക്ക് തന്നെ സെയിം ടോൺ വലിയ പ്രിന്റ് വരുന്നു. കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. വലിയ പ്രിന്റ് വേണ്ടവർക്ക് വലിയ പ്രിന്റ് എടുക്കാം. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത ടൈം ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ടും എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കുക. എൻ്റെ അടുത്ത് ഇന്നലെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ട് വീഡിയോയിൽ ഉള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ അടുത്ത് സ്ഥിരം എടുക്കുന്നവരും ഞാനായിട്ട് കുറച്ച് കമ്പനി ആയിട്ടുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു, എപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോയാലും ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കും എൽസ എന്ന് പറഞ്ഞവരുണ്ട്. കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ്. മെറ്റീരിയൽ യൂസ് ചെയ്യാൻ അറിയില്ലാത്തവർ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നല്ല കമൻസും നല്ലൊരു ഇതുമായിട്ടൊക്കെ വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഒന്നും റിപ്ലൈ കൊടുക്കാനൊന്നും സമയം കിട്ടാറില്ല. ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണെന്നാണ്. സോ ഇതൊക്കെ എടുത്തവരാണെങ്കിലും നല്ല റിവ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാബ്രിക്കാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം പ്രീമിയം ഫാബ്രിക്സ് യൂസ് ചെയ്യുമ്പോൾ ഈ പ്രീമിയം ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ റേറ്റ് കൂടുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ലാത്ത ചില കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ആരെയും ഇതാക്കി പറഞ്ഞതല്ല കേട്ടോ. അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രീമിയം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽക്ക് ഫാബ്രിക്സ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് വരുന്നതുകൊണ്ടാണ് അതിന് റേറ്റ് കൂടുന്നത്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്യുവർ ഫാബ്രിക് പ്യുവർ ആയിരിക്കും, പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആയിരിക്കും. അതിൻ്റെ ആ ഒരു പ്രീമിയം ലുക്കാണ് അതിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഭയങ്കര കട്ടിയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു കാലത്തും പോവില്ലാത്ത അതുകൊണ്ട് അങ്ങനെയല്ല ഒരു പ്രീമിയം ഫാബ്രിക് അല്ലെങ്കിൽ പ്യുവർ ഫാബ്രിക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റിച്ച്നെസ് ആണ് അതിനെ ഒരു പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അതിൻ്റെ റേറ്റും അതുകൊണ്ട് തന്നെയാണ് കൂടുന്നത്. അതിലുള്ള സിൽക്കിൻ്റെ കണ്ടന്റ് പ്യുവർ ഫോംസ് ആണ് അതിനെ റേറ്റും കൂടുതലാക്കി കൊണ്ടുവരുന്നത് കേട്ടോ. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. 495 per meter. നെക്സ്റ്റ് അതിൻ്റെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ച് വരുന്ന ഇതാണ്. ലെമൺ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. ഇത് രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്നുള്ളതെന്ന്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രിൻറ്റും എല്ലാ ഷെയ്ഡും എടുത്താലും നല്ലതൊക്കെ. കാരണം നല്ല സുഖമാണ് ഇടാനായിട്ട്, നല്ല സുഖമാണ്. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിളാണ്. ചൂടൊന്നും എടുക്കുന്നൊന്നുമില്ല. ഞാൻ കോട്ടനാണ് ലൈനിങ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. 44 inches വിഡ്ത്ത്, 495 per meter. അടുത്ത ഒരു ഇൻഡിഗോ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. നല്ല ക്യൂട്ട് പ്രിന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂ ബോട്ടം. ഇത് ഡൈ ചെയ്തൊരു കസ്റ്റമർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സെയിം ഫാബ്രിക് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഫാബ്രിക്കിലേക്ക് സെയിം കളറിലുള്ള ഷാൻറ്റൂൺ ബോട്ടം, ചിനോണിൻ്റെ സെയിം കളറിലേക്ക് വരുന്ന ദുപ്പട്ടയും കൂടി ഡൈ ചെയ്ത് ഇത് ഫുൾ സെറ്റ് ഇങ്ങനെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും കാണിക്കാനായിട്ട് ഇവിടെ സാമ്പിൾ ഇരിക്കാറില്ല. ഇത് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഡൈ ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോട്ടോ ദുപ്പട്ടയായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വൈറ്റ് കളർ പലാസോയോ പെൻസിൽ ഫിറ്റ് പാൻറ്റിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും കേട്ടോ. ഡൈഡ് ഫാബ്രിക്സ് ഒന്നും വാഷബിൾ ആയിരിക്കില്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചതുള്ളൂ. ഒറ്റ കളറിൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനും ഇതിൻ്റെ കൂടെ ഒരു റാണി പിങ്ക് കളറുള്ള ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡൈ ചെയ്താണ് ഞാൻ ബോട്ടായിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ വരുന്നു. 495 per meter. അടുത്ത നമുക്ക് കോട്ടൺ പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ്. നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ടോണിലേക്ക്, ഒരു ടെർമറിക് യെല്ലോ അല്ലെങ്കിൽ ഒരു മാംഗോ യെല്ലോ എന്ന് പറയാൻ അങ്ങനത്തെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നേവി ബ്ലൂ, റാണി പിങ്കും ബോട്ടിൽ ഗ്രീനും ആണ് അതിൻ്റെ പ്രിന്റിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. ആൻഡ് വൈറ്റ് അല്ലാട്ടോ, നിങ്ങൾക്ക് റാണി പിങ്ക് അല്ലെങ്കിൽ നേവി ബ്ലൂ കോമ്പിനേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ബോട്ടായിട്ട് ഇടാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്. 205 ആണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് വൺ 44 inches ആണ് വിത്ത്. അടുത്ത പ്രിന്റ് വരുന്നത് ഇങ്ങനെ വരുന്നു. കുറച്ചുകൂടി വലിയ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത പ്രിന്റ്. കുറച്ചുകൂടി വലിയ പ്രിന്റ്. ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, റാണി പിങ്ക്, പിന്നെ ഒരു നേവി ബ്ലൂ, അങ്ങനത്തെ ഷെയ്ഡിലേക്കൊക്കെയാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. 44 inch ആണ് വിട്ട്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. 205 per meter. അടുത്ത അതിൻ്റെ പ്രിന്റ്
അങ്ങനത്തെ ഒരു ബോളിൻ്റെ പ്രിൻ്റാണ് കേട്ടോ. ഒത്തിരി സോഫ്റ്റ് മൽമൽ കോട്ടൺ അല്ല. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നെക്സ്റ്റ് പ്രിന്റ് ഇതാണ്. 205 1 മീറ്ററിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് റെഡ് കളറിലേക്ക് വരുന്നു. ഇതും റൗണ്ട് പോലെയുള്ള ബോൾസ് പോലെയുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ വരും. 205 പെർ മീറ്റർ. നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ. നല്ലൊരു ഇച്ചിരി ഒരു മെറൂണിൻ്റെ ടിൻറ്റും കൂടെ ഉള്ള ഒരു നല്ല റെഡാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. എത്ര മീറ്റർ വേണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഇടുക. എനിക്കറിയാം നിങ്ങളൊന്നും കേൾക്കില്ല എന്ന്, പക്ഷെ എന്നാലും കറക്റ്റ് എത്ര മീറ്റർ വേണമെന്നുള്ളത് ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. ആൻഡ് വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് ഓർഡർ ചെയ്യുക. കളറിന് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പ്യുവർ ഫാബ്രിക്സ് വാഷബിൾ ആയിരിക്കില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് ഒരു ഫാബ്രിക് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.